രാവിലെ എണീറ്റാൽ ആർക്കാണല്ലേ ഒരു പോസിറ്റീവ് എനർജിയും സന്തോഷവും മനസ്സിന് നല്ലൊരു സുഖവും തോന്നാൻ ഇഷ്ടപ്പെടാത്തവരില്ലേ? തീർച്ചയായിട്ടും ടാർട്ടിൽ വൈൻ ഇതേപോലെ നമുക്ക് നല്ല പച്ചപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടും മനോഹരമാവും, നമ്മുടെ മനസ്സും സന്തോഷമായും കൊണ്ട് നിറയും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ, ഇതേപോലെ 5-6 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അടിമുട്ടി വളരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതിന് നമ്മൾ ചെറിയ ചെറിയ ടിപ്സുകൾ മാത്രമാണ്. ഇതേപോലെയല്ല ഇനി അങ്ങോട്ട് കാണിക്കുന്ന പ്ലാന്റുകൾ ഇതേപോലെ നമ്മൾ നട്ടാൽ പെട്ടെന്ന് അഴുകിപ്പോവും. പക്ഷേ നമ്മൾ നല്ല മഴ പെയ്യുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു പ്ലാന്റും ഇപ്പുറത്തൊരു പ്ലാന്റും കണ്ടോ, നല്ല വ്യത്യാസം. അപ്പം ഇതേപോലെ ആദ്യം കാണിച്ച പ്ലാന്റ് നമ്മൾ ചുറി പിടിച്ച് വളരും, പക്ഷേ ഈ ഒരു പ്ലാന്റ് കണ്ടോ നല്ല പച്ചപ്പിൽ വളരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രത്യേക ഒരു വളം ഉണ്ടാക്കിയിട്ടുണ്ട്, നന്നായിട്ട് നമുക്ക് നൈട്രജൻ കണ്ടൻ്റ് ഉള്ളത്. അത് നമുക്ക് ഇതേപോലെ അല്ല കേട്ടോ നടുന്നത്, അത് ഞാൻ കാണിച്ചു തന്നെയാണ്. ഇതേപോലെ നട്ടാലാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് വളർന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അടിപൊളി ഒരു വളം കേട്ടോ, നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് മണ്ണിൽ നിന്ന് വളങ്ങളൊക്കെ വലിച്ചെടുത്ത് പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പ്രോ ടിപ്സുകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വൈവ് നമ്മുടെ വീട്ടിലും അതേപോലെ തന്നെ മനസ്സിലും കൊണ്ടുവരാൻ കഴിയും ഈ ഒരു പ്ലാന്റിന് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മളിത് എങ്ങനെയൊക്കെയാണ് കെയറിങ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് നല്ല വെള്ളം ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. പക്ഷേ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം അല്ലെങ്കിൽ നന്നായിട്ട് നീർവാഴ്ച ഇല്ലാത്തൊരു പോട്ടി മിക്സ് എടുത്താൽ നമ്മൾക്ക് ഈ ഒരു പ്ലാന്റ് അഴുകിപ്പോവും. അപ്പോൾ നല്ല ഈർപ്പവും വേണം, പക്ഷേ വെള്ളം ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിൽ കെട്ടിക്കെടുക്കാനും പാടില്ല. ഇതേപോലുള്ളൊരു പോട്ടി മിക്സ് ഉണ്ടാക്കാനാണ്. അതേപോലെ തന്നെ നമ്മൾ മറ്റു വളങ്ങളൊന്നും ചേർക്കാതെ വേണം ഈ ഒരു പോട്ടി മിക്സ് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ട് മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കണം. അടിഭാഗത്ത് നമ്മൾ ചകിരിച്ചോറും അതേപോലെ തന്നെ കരിയില കമ്പോസ്റ്റ് ചാണകപ്പൊടി ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു മണ്ണിൻ്റെ പുളിപ്പ് ഒരു കാരണവശാലും നമ്മുടെ ചാണകപ്പൊടിയുടെയോ അല്ലെങ്കിൽ മറ്റു വളങ്ങളോ പോട്ടി മിക്സിൽ ചേർത്താൽ അതിൻ്റെ ആ ഒരു പുളിപ്പും അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും ഇതിൻ്റെ തണ്ടിലും ഇലയിലും തട്ടിയാൽ നമുക്ക് ഈ ഒരു ചെടി അഴുകിപ്പോവും. അപ്പം ആ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നടുന്ന സമയത്താണ് ഏറ്റവും വലിയ ബിഗ് ഫോൾട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ ഒരുപാട് 2 കൊല്ലമൊക്കെ വെച്ചതിന് ശേഷം മഞ്ഞ കളറായി അത് പൊട്ടി നിലത്തേക്ക് വീഴുമ്പോഴോ അത് ശോഷിച്ച് കഴിയുമ്പോഴോ ആണ് നമ്മൾ പറിച്ചിട്ട് ഒരു പോട്ടിലേക്ക് നടൂല്ലേ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിൻ്റെ എല്ലാ ശേഷിയും കഴിഞ്ഞൊരു ചെടിയായിരിക്കും അത് ഒരു 5, 6, 7 മാസം കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് വേഗം നമ്മൾ അടുത്തൊരു പോട്ടിൽ നടും. ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യമായിട്ട് നല്ല ഹെൽത്തായിട്ടുള്ള ഇതിൻ്റെ തണ്ടുകൾ കണ്ടോ ഇവിടെ ഇരിക്കുന്നത്, അത് നമ്മൾ വേഗം പൊട്ടിച്ചെടുത്തിട്ട് വേണം വേറെ കുറേ പോട്ടിലേക്ക് നടാനായിട്ട്. കാരണം നല്ലൊരു പ്ലാന്റ് നട്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നല്ല തണ്ടിന് വണ്ണൊക്കെയുള്ള ആദ്യം നമ്മൾ നല്ല പ്ലാന്റ് നഴ്സറിയിലൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കുക. അത് നമുക്ക് പോട്ടിലാക്കിയിട്ട് പല പോട്ടുകളിലാക്കിയിട്ട് കുറച്ച് തണ്ടുകൾ മാത്രം മതി കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ജൈവ പച്ചക്കറി നട്ട് ഇതേപോലെ ഒരുപാട് നമ്മുടെ മുറ്റത്ത് ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുറ്റത്ത് കർണാടകത്തിൽ നിന്നൊക്കെ മരുന്ന് അടിച്ചു വരാത്ത അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ മാരക വിഷം അടിച്ചു വരാതെ നമ്മൾ ഇതേപോലെ പടവലങ്ങ ആയിക്കോട്ടെ, കൈപ്പക്കി ആയിക്കോട്ടെ, കാച്ചിൽ, പീച്ചിൽ, ചേമ്പ്, ചേനി ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് മനോഹരമായിട്ട് നമ്മളെ മുറ്റത്ത് നമ്മളെ തൊടിയിലും പറമ്പിലും അയ്യത്തും തോട്ടത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ പ്രോ ടിപ്സുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, കർണാടകയും തമിഴ്നാടും ഒന്നുമല്ല. ഞാൻ മറ്റ് വീഡിയോയിലും ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാറുണ്ട് ചാനലിൽ കേട്ടോ. ഇതൊക്കെ തമിഴ്നാടല്ല, ഇവിടെ തന്നെ നമ്മളെ മുറ്റത്ത് ഉണ്ടാക്കിയതാണ്. 100-150 രൂപയ്ക്കൊന്നും നമുക്ക് തക്കാളി ഉള്ളിയൊന്നും മേടിക്കേണ്ട. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടേ, അപ്പോൾ ഒന്ന് പോയിട്ട് കാണാവുന്നതാണ്. മുരടിപ്പൊക്കെ മാറി അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പച്ചക്കറി ജൈവമായിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ നേരെ നമ്മുടെ സെക്കൻഡ് ചാനൽ മലനാട് വൈബ്സ് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ഒരുപാട് പ്രോ ടിപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്? പകുതി ഭാഗത്തോളം നമ്മൾ ചകിരിച്ചോറും പിന്നെ മറ്റ് ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഇതൊക്കെ മിക്സ് ചെയ്ത് ഇടുക. അതിൻ്റെ മുകളിലേക്ക് പകുതി ഭാഗത്തേക്ക് നമുക്ക് വെറും മണ്ണ് മാത്രം കേട്ടോ, പുളിപ്പില്ലാത്ത കലർപ്പില്ലാത്ത നല്ല മേൽമണ്ണ് നോക്കിയിട്ട് എടുക്കുക.
ഇത് നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുക. ഈ അടിയിൽ ചേർത്തിട്ടുള്ള വളത്തിൻ്റെ ഒരു ഇതും നമുക്ക് മുകളിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടും അതേപോലെ തന്നെ ഇലയൊക്കെ അഴുകിപ്പോവും. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തന്നതുകൊണ്ടോ നമ്മൾ അതേപോലെ നമ്മൾ നട്ടു, അതിൽ നമ്മൾ കുറച്ച് ഇതിട്ടു, വളമൊക്കെ ഇട്ട് ആ ഒരു ഇതിൽ വാഷൊക്കെ നമുക്ക് ചേർക്കാം. അതൊക്കെ മണ്ണിൻ്റെ അടിഭാഗത്തായിരിക്കണം പോകേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഒരു തണ്ട് ചുമ്മാ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഒരു കാരണവശാലും മണ്ണിൽ ഇത് നടാൻ പാടില്ല, കുഴിച്ചിട്ട് നടാൻ പാടില്ല. നമ്മൾ ഇതേപോലെ നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കാനേ പാടുള്ളൂ. രണ്ട് വശങ്ങളുണ്ടാവും, ഒരു വശം വേരുള്ള വശവും ഒരു വശം ഇലകളുള്ള വശമായിട്ടാണ് ഈ പ്ലാന്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വേരുള്ള വശം നമ്മൾ മണ്ണിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ ഇതേപോലെ കണ്ടോ, ഓരോ നോടൊന്നും നല്ല അടിപൊളിയായിട്ട് വേരുകൾ വരും. ഈ വേരുകൾ പെട്ടെന്ന് ഈ ഒരു മണ്ണിലേക്ക് ഇറങ്ങിപ്പോവും. അതിനുശേഷം ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ചാണകപ്പൊടി മറ്റ് മിശ്രിതങ്ങളൊക്കെ ഇട്ട സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ വേഗം നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ ആദ്യം തന്നെ ചാണകപ്പൊടിയിലേക്കാണ് അതിൻ്റെ വേര് പോകുന്നതെങ്കിൽ ആ വേരും അതിൻ്റെ തണ്ടും ഒക്കെ അഴുകിപ്പോവും. ഒരിക്കലും ചെയ്യരുത്. ചാണകം ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. 1 കിലോ 10 ലിറ്ററിൽ നമ്മൾ ചാണകപ്പൊടി കലക്കിയിട്ട് അതിൻ്റെ തെളി മാത്രം എടുക്കുക. ഒരു 2-3 ദിവസം അവിടെ വയ്ക്കുക. അതിനുശേഷം തെളി മാത്രം എടുക്കുക. ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വെള്ളം. അതിൻ്റെ ആദ്യം ഒന്ന് നമ്മൾ അതിൻ്റെ സോയിലൊന്ന് നനച്ചു കൊടുക്കുക, പോട്ടി മിക്സ്. അതിനുശേഷം നമ്മൾ എന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ വളം നന്നായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് പൊട്ടാഷും അതേപോലെ തന്നെ യൂറിയയും അടങ്ങിയിട്ടുള്ളൊരു ചെടിയാണ് ഈ ധൃതരാഷ്ട്രപ്പച്ച എന്ന് പറയുന്നത്. ഇത് വേലിയിലും അയ്യത്തും തോട്ടത്തിലും റോഡ് സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു ധൃതരാഷ്ട്രപ്പച്ച ഇപ്പോൾ ഒരുപാട് കിട്ടും അല്ലേ. ഇത് നമുക്ക് നല്ല രീതിയിലുള്ള വളമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 ദിവസം നമ്മൾ നന്നായിട്ട് മിക്സിയിൽ ചെറുതായിട്ട് പീസാക്കി അരിഞ്ഞിട്ട് 3 ദിവസം നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ എടുത്തു വെക്കുക. കലക്കിയിട്ട് 1 കിലോ ആണ് എടുക്കേണ്ടത്. 1 കിലോ 10 ലിറ്റർ വെള്ളത്തിൽ കലക്കുക കേട്ടോ. നന്നായിട്ട് മിക്സിയിലിട്ട് ജാറിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കലക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 5 ദിവസം ഇടവിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 15 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ മണ്ണിലൊക്കെയുള്ള ചാണകവും മറ്റ് മണ്ണിലുള്ള മൂലകങ്ങളൊക്കെ ഈ ഒരു ടർട്ടിൽ വൈൻ പ്ലാന്റിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് കറുത്ത കളറിലാണ് അതിൻ്റെ ചാറ് വരുന്നത് അല്ലേ. അപ്പോൾ നന്നായിട്ട് നൈട്രജനും അതേപോലെ തന്നെ പൊട്ടാഷും അടങ്ങിയത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 0 കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഔഷധ വളം ആണ് നമ്മളുടെ ഈ ഒരു പ്ലാന്റിന് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു 5 ദിവസം എന്നുള്ള ഒരു 10 ദിവസമൊക്കെ ഇടവിട്ട് ചെയ്തു കൊടുക്കുക. ഇനി ഇത് ഉണ്ടാക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ ടിപ്സ് കൂടി പറഞ്ഞുതരാം. 1 സ്പൂണ് 10 ലിറ്ററിൽ 19 ഇംഗ്ലീഷ് വളം 1 സ്പൂണ് 10 ലിറ്റർ വെള്ളത്തിൽ അതിൻ്റെ ഡയലൂഷൻ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. മാറിയാൽ പ്ലാന്റ് അഴുകിപ്പോവും. 15 ദിവസം ഇടവിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതില്ലാത്തവരോ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുള്ളൂ. 0 കോസ്റ്റിൽ നമുക്ക് ചെയ്യാവുന്നൊരു വളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വളം ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അടിപൊളി റിസൾട്ടാണ്. നമുക്ക് 4-5 ദിവസം കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് വളരാൻ തുടങ്ങിയത്. നിലത്ത് വെക്കുക ചട്ടി, ഒരിക്കലും ഹാങ്ങിങ് ആയിട്ട് ഇത് അപ്പം തന്നെ ചെയ്യാൻ പാടില്ല. ഈ ഒരു പരുവ ആയതിനു ശേഷം മാത്രമാണ് നമുക്കിതിന് റോപ്പ് പിടിച്ചിട്ട് നമുക്ക് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പാടുള്ളൂ. അപ്പോൾ നിലത്ത് വെച്ച് ആദ്യം വളർത്തിയിട്ട് അതിന്ന് താഴത്തേക്ക് നന്നായിട്ട് തൂങ്ങി വന്ന് ഈ ഒരു പരുവ ആയതിനു ശേഷം മാത്രം നമ്മൾ ഇത് എവിടെയാണോ നമുക്ക് പെട്ടെന്ന് വെള്ളം ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കാം. അപ്പോൾ എന്തെങ്കിലും പ്രോ ടിപ്സുകളോ എന്തെങ്കിലുമൊക്കെ പറയാനോ അറിയാനോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന പോക്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. എല്ലാവരും അവസാനമാകുമ്പോൾ മറന്നു പോകും. അവസാനം വരെ കണ്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. എത്ര പേര് അവസാനം വരെ കണ്ടു നോക്കാമല്ലോ. അപ്പോൾ നല്ലൊരു കണ്ടൻറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമ്മുടെ ഫാമിലിയോട് വിട ചോദിക്കട്ടെ. തൽക്കാലം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.